തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. 23ാമത് മെഗാ കേബിൾ ഫെസ്റ്റിന് തുടക്കമായി. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഗാ കേബിൾ ഫെസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷൻ ആരംഭിച്ചു. മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 23ാമത് എഡിഷനാണ് കൊച്ചി കടവന്ത്രയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചത്. മെഗാ കേബിൾ ഫെസ്റ്റിൽ ബ്രോഡ്കാസ്റ്റിംഗ്, ഡിജിറ്റൽ കേബിൾ, ബ്രോഡ്ബാൻഡ് മേഖലകളിലെ പുതിയ ടെക്നോളജിയും പ്രൊഡക്റ്റുകളുമായി 100ഓളം ബ്രാൻഡുകൾ അണിനിരന്നിട്ടുണ്ട്. OTT, സ്മാർട്ട് ഹോം എന്റർടൈൻമെന്റ്, സെക്യൂരിറ്റി സൊല്യൂഷൻ തുടങ്ങിയ ഇന്നോവേറ്റീവ് സ്മാർട്ട് സൊല്യൂഷൻ ഷെഡ്യൂളുകളുടെ പ്രത്യേക പവലിയനും ഇത്തവണ മെഗാ കേബിൾ ഫെസ്റ്റിലുണ്ട്. ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. അപ്പൊ പിന്നെ വലിയൊരു മാർഗം ഉദ്ഘാടനം ചെയ്തെന്ന് പറയുമ്പോൾ പിന്നെ കൈവരിക്കാതിരിക്കാൻ മാർഗമില്ല. കേബിൾ TV എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയെ ആകെ മാറ്റിമറിച്ച ഒന്നാണ്. ഞാൻ ആദ്യമായിട്ട് കേബിൾ TV കാണുന്നത് ഇവിടെ നിന്നാണ്, ഈ സ്റ്റേഡിയത്തിൽ നിന്നല്ല. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സ്കൂളിലെ സുഹൃത്തുക്കൾ എല്ലാവരും താമസിച്ചിരുന്നത് ഈ ഒരു ഏരിയയിലാണ്, ഗാന്ധിനഗർ പനമ്പടിയിലാണ്. അപ്പൊ ഞാൻ താമസിച്ചിരുന്ന അതൊരിക്കലും വന്നിട്ടില്ല. ഞാൻ താമസിക്കുന്ന ഇടയ്ക്കിടയിൽ കഴിയുന്നൊന്നും വന്നിട്ടില്ല. കേബിൾ TV ആദ്യമായിട്ട് വരുന്നത് ഈ പ്രദേശത്താണ്. അതും എൻ്റെ ഓർമ്മയിൽ നമ്മുടെ സ്റ്റാർ ഒരു 5-6 ചാനലുകളുണ്ട്. മിക്കവാറും ഞങ്ങൾ സ്പോർട്സിൽ നിന്ന് കാണും. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് TV നമ്മൾ ഈ കാണുന്ന ദൂരദർശനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചാനൽ കാണാൻ വേണ്ടി മിക്കവാറും എൻ്റെ കൂട്ടുകാരുടെ ഇവിടെ നിന്നിട്ടാണ് കേബിൾ TV ആദ്യമായിട്ട് കാണുന്നത്. ഇവിടുത്തെ HID നിന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കേബിൾ TV കാണുന്നത്. അവിടെ തന്നെയാണ് നിങ്ങളുടെ മെഗാ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ല സ്വാധീനിക്കുന്നത്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളാണ് സ്വാധീനിക്കുന്നത്. ആ ക്യാമറമാന്മാരല്ല കേട്ടോ. അപ്പോൾ അവർ കാഴ്ചകൾ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനം നമ്മുടെ നാട്ടിൽ അതിശക്തമായിട്ടുണ്ട്. അത് നമ്മുടെ രാഷ്ട്രീയത്തെയും ബാധിക്കുന്നുണ്ട്. ശരിയും തെറ്റുമൊക്കെ പലപ്പോഴും വലിയ നിലയിൽ സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക് കഴിയുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് ഒരുപാട് മത്സരങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. മാധ്യമ മത്സരം ഒരു പരിധിക്കപ്പുറത്ത് നടക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ആളുകൾ വളരെ പെട്ടെന്ന് ഈ ദൃശ്യങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഞാൻ വിചാരിച്ചത്, എന്നോട് ശ്രീ മമ്മൂട്ടിയാണ് ആദ്യമായിട്ടൊരു ചടങ്ങിനടുത്തിരിക്കുമ്പോൾ പറയുന്നത്, ആദ്യം തകരാൻ പോകുന്നത് ഈ TV ആളുകൾ കാണലാണ് എന്നാണ് പറയുന്നത്. എല്ലാവരും മൊബൈലിലേക്ക് മാറുന്നു. എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. എല്ലാവരും മൊബൈലിലേക്ക് മാറി. ചാനലുകൾ ഇപ്പോഴും നമ്മൾ യൂട്യൂബിലെല്ലാം ഇട്ട് പ്രധാനപ്പെട്ട വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ യാതൊരു നിലയിലുമുള്ള കുറവ് സംഭവിച്ചിട്ടില്ല. എനിക്ക് ആകെ ഒരു അഭ്യർത്ഥന ഉള്ളത്, കേരളത്തോട് കുറച്ചുകൂടി ഒരു സംയമനത്തോടുകൂടി ഒരു സമീപനം നമ്മുടെ ദൃശ്യമാധ്യമങ്ങളെല്ലാം എടുക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. നമ്മൾ രാഷ്ട്രീയമല്ല, പക്ഷെ കേരളത്തിന്റെ ഭാവി കേരളത്തിന്റെ ഒരു മുന്നോട്ട് പോക്കിൽ നമുക്ക് എത്ര വിമർശനം ഉണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ പറ്റിയുള്ള കുറെ കൂടി നല്ല വാർത്തകൾ നമ്മുടെ നാട്ടിൽ എത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. കേബിൾ TVയുടെ ഏഷ്യാനെറ്റ് കൂടാതെ കേബിൾ TV പലപ്പോഴും എത്തിക്കുന്നത് സാധാരണ രീതിയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. സുധീർ തന്നെ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജിയോ സ്റ്റാർ TV ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് പീയൂഷ് ഗോയൽ മുഖ്യ പ്രഭാഷണം നടത്തി. കൗൺസിലർ CR സുധീർ, ബിനു ശിവദാസ്, NE ഹരികുമാർ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ മാധ്യമ സെമിനാർ നടന്നു. കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ MS മനീഷ് മോഡറേറ്ററായി. മാതൃഭൂമി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ രാജീവ് ദേവരാജ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. 27-ന് 11 മണി മുതൽ IPTV, OTT, ബ്രോഡ്ബാൻഡ്, OTT, സ്മാർട്ട് സൊല്യൂഷൻ എന്നീ വിഷയങ്ങളിൽ ടെക്നിക്കൽ സെമിനാർ നടക്കും. We are conducting an organized by Cable TV Operators Association and Kerala Info Media. The main thing is, we are conducting this exhibition continuously without break since 2002, except the COVID pandemic.
That is the main thing. Continuously we can always say. At the same time, we are not conducting this exhibition just only an exhibition. Otherwise, we are conducting same time technical seminars. We are conducting media seminars. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് പ്രാദേശിക ചാനൽ നവീകരണം എന്ന വിഷയത്തിൽ ശില്പശാലയും സംഘടിപ്പിക്കുന്നുണ്ട്. ശനിയാഴ്ച മെഗാ കേബിൾ ഫെസ്റ്റ് സമാപിക്കും. നമ്മുടെ ലോകത്ത് വിവരവിനിമയ സാങ്കേതിക വിദ്യയിലുണ്ടായ അത്ഭുതകരമായ മാറ്റങ്ങളുടെ ഒരു പ്രത്യേക തുടർച്ചയിലാണ്, ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് കേബിൾ ടി വി അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ പിറവിയെടുത്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ടെലിവിഷൻ പരിപാടികളെല്ലാം ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും അത് നമുക്ക് ആൻറ്റീനകളിൽ ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം. പുതിയ സാങ്കേതിക വിദ്യകളെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് പരിചയപ്പെടുത്തുന്നതിനും മാറി മാറി വരുന്ന സാങ്കേതിക വിദ്യകൾ അതിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിനും ന്യൂസ് ബ്യൂറോ, കൊച്ചി.